ശബരിമലയിലെ നായാട്ട് വിളിയെക്കുറിച്ച് നമുക്കിനി അറിയാം. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി ശബരിമലയിൽ പുരാതന വാമൊഴി ശീലുകളുമായി നായാട്ട് വിളി നടക്കും. മകരവിളക്ക് ദിനം മുതൽ തുടർച്ചയായി 5 ദിവസം നായാട്ട് വിളിയുണ്ട്. 18-ാം പടിക്ക് താഴെയുള്ള നിലപാട് തറയിൽ നിന്ന് തെക്കോട്ട് നോക്കിയാണ് നായാട്ട് വിളി. അവസാന ദിവസം ശരംകുത്തിയിലാണ് ചടങ്ങ്. അയ്യപ്പസ്വാമിയുടെ കാവലാളുകളായ ഭൂതഗണങ്ങളും മലദൈവങ്ങളും മകരവിളക്ക് മഹോത്സവ വേളയിൽ ശബരിമലയിൽ നിന്ന് ഉൾക്കാടുകളിലേക്ക് പോകും. ഇവരെ അയ്യപ്പസ്വാമി നേരിട്ട് വിളിച്ച് ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്നാണ് വിശ്വാസം. ഇതിനായാണ് നായാട്ട് വിളി സംഘം ശരംകുത്തിയിലേക്ക് പോകുന്നത്. പദ്യരൂപത്തിൽ ചിട്ടപ്പെടുത്തിയ അയ്യപ്പ ചരിതവും ഐതിഹ്യവും ദ്രാവിഡ മലയാള ഭാഷയിൽ അവതരിപ്പിക്കുന്ന തലമുറകളിലൂടെ വാമൊഴിയായി പകർന്നു വന്ന ശീലുകളാണ് നായാട്ട് വിളി എന്നറിയപ്പെടുന്നത്. അയ്യപ്പസ്വാമിയുടെ ഐതിഹ്യം ആസ്പദമാക്കിയ 576 ശീലുകൾ നായാട്ട് വിളിയിൽ ഉൾക്കൊള്ളുന്നു. ശബരിമല ക്ഷേത്രത്തിൻ്റെ തുടക്കകാലം മുതൽ തുടർന്ന ഈ ആചാരത്തിൽ നായാട്ട് വിളിക്കുന്നയാൾ ഓരോ ശീലും ചൊല്ലിക്കഴിയുമ്പോൾ കൂടെയുള്ളവർ ഈ ഹുയി എന്ന് മുഴക്കുന്നു. ഭഗവാൻ അയ്യപ്പൻ്റെ മകരമാസ മഹോത്സവം നടക്കുകയാണെന്ന് അക്കരക്കരയിലെ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഹുയി വിളിക്കുന്നത്. 18-ാം പടിക്ക് താഴെയുള്ള അയ്യപ്പസ്വാമി മുകളിലുള്ള ശ്രീധർമ്മശാസ്താവിനെ കാണാൻ വരുന്ന സന്ദർഭം കൂടിയാണ് നായാട്ട് വിളി. നായാട്ട് വിളിക്കുറുപ്പ് ഉൾപ്പെടെ 12 പേരാണ് നായാട്ട് വിളി സംഘത്തിലുള്ളത്. റാന്നി, പെരുന്നാട്, വെള്ളാലക്കുലരായിട്ടുള്ള പുന്നമൂട്ട് കുടുംബത്തിനാണ് നായാട്ട വിളിക്കുള്ള കാരാഴ്മ അവകാശം പന്തളം രാജാവ് കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. നിലവിൽ പുന്നമൂട്ടിൽ PG മഹേഷാണ് നായാട്ട് വിളിയിലെ ശീലുകൾ ചൊല്ലുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ.